നിങ്ങൾ എന്തിനാണ് ലോകം മുഴുവനുള്ള ആൾക്കാരെ നന്നാക്കാൻ പോകുന്നത്? ഈ ലോകത്തുള്ള 800 കോടി ആൾക്കാരെ അല്ലെങ്കിൽ 700 ചില്ലറ കോടി ആൾക്കാരെ പൊളിറ്റിക്കലി കറക്റ്റ് ആക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അല്ല. നിങ്ങൾ എന്തിനാ ഇതിന്റെ പുറകെ പോകുന്നത്? സ്റ്റുപ്പിഡിറ്റി. ബുദ്ധിജീവികളാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നസിന്റെ പുറകെ പോകുന്നതെന്നാണ് പറയപ്പെടുന്നത്. ബുദ്ധി ഇല്ലാത്ത ജീവികളാണെന്ന് എനിക്ക് പറയാം. ഇത് അത്രേ ഉള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ചന്ദ്രനെ നോക്കി കുരക്കും ഊളന്മാര്. ചന്ദ്രൻ എന്തിനാ തിരിച്ചു വരയ്ക്കുന്നത്? നമ്മൾ നമ്മുടെ പണിക്ക് പോയാൽ മതി. പക്ഷെ അതിന് ചന്ദ്രന് കോൺഫിഡൻസ് വേണം. ഞാൻ ചെയ്യുന്ന പണി ഇതിലും മഹത്തരാണ്. അത് ചിലപ്പോ ഈ വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാവില്ല. അതുണ്ടായി കൊടുക്കാം. ഇപ്പോ ബിരിയാണികൾക്കെതിരെ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം കോഴിമുട്ട വെക്കുന്നില്ല എന്നാണ്. മൃണാൾ അതിനെതിരെ മൃണാള് കോഴിമുട്ട വെക്കുന്നില്ല, കാശ് വന്നാലേ വെക്കുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നല്ലാണ്ട് കോഴിമുട്ട മേടിക്കാൻ പൈസ കൊടുക്കണം. നേരത്തെ പറഞ്ഞ ആത്മാർത്ഥത, പാഷൻ, മറ്റേ സാധനം, അത് കോഴിമുട്ട കിട്ടൂല. അപ്പൊ ബിരിയാണി വിത്ത് കോഴിമുട്ട, വിത്തൗട്ട് കോഴിമുട്ട അങ്ങനെയൊക്കെ ഉണ്ടോ? ബിരിയാണി വിത്തൗട്ട് കോഴിമുട്ടയെ ഉള്ളൂ. കാശ് തന്ന കോഴിമുട്ട തരും. ഇവിടെ 120 രൂപ തന്നു കഴിഞ്ഞാല് ഏകദേശം 500 ഗ്രാമോളം റൈസും ഒരു 110 ഗ്രാമോളമുള്ള ചിക്കൻ പീസുള്ള ബിരിയാണി കിട്ടും. ബെസ്റ്റ് കൈമ റൈസിൽ, ഫ്രഷ് ചിക്കനിൽ. അതായത് ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കാനുള്ള ബിരിയാണിയുടെ ചിക്കന് ഇപ്പോഴും ജീവനുണ്ടാവും. ഇല്ല, പാടായിരിക്കും. ഇപ്പൊ 3 മണിയാവാറായി. അപ്പം ഇത് പറഞ്ഞു ശീലിച്ച് തെറ്റിപ്പോയതാ. അത് കട്ട് ചെയ്തേക്കട്ടെ. ഒരു 2 മണിക്ക് ഉണ്ടാവും. ഓക്കെ, 1:45. ഇത് പുറകോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു, കോഴിമുട്ട ബിരിയാണി. മീൽസ് ഉണ്ടാകുന്ന ഷെഫ് രാജീവ് എറണാകുളംകാരനാണ്. അപ്പൊ എന്റെ അമ്മയും എന്റെ ഭാര്യയുടെ അമ്മയാണ് ഈ റെസിപ്പിയുടെ ഒക്കെ പുറകിലുള്ളത്. ഇത് ഞാൻ കഴിച്ചപ്പോണ്ടല്ലോ, ഈ ചിക്കൻ കഴിച്ചപ്പോണ്ടല്ലോ, എന്റെ നാട്ടിലെ ചില കല്യാണങ്ങളുടെ തലേന്ന്, ഇന്നത്തെ കാലത്തല്ല, അന്നത്തെ കാലത്ത്, നിങ്ങളുടെ ചെറുപ്പകാലത്ത്, അത് കുറെ വർഷങ്ങൾക്ക് മുമ്പ്, ഞാനും ചെയ്യുന്ന പോലെ 10-12 കൊല്ലത്തെ വ്യത്യാസമേ ഉള്ളൂ. എന്നാലും ഉണ്ടല്ലോ എടാ, മനസ്സുകൊണ്ട് ഞാൻ വെറും 16 പ്രായപൂർത്തിയായിട്ടില്ല. എല്ലാവർക്കും തോന്നണ്ടത്. ഞാൻ ഈ മനസ്സും വെച്ചൊരു ബാറിൽ പോയാൽ എനിക്ക് കള്ള് കിട്ടൂല. 18 വയസ്സായില്ല, 21 എന്തോ ആവണ്ടേ, എന്തോ കിട്ടൂല. അമ്മേനെ ഓർമ്മ വരുന്നുണ്ടല്ലേ പല പല. ഞാൻ എല്ലാ ദിവസവും വേറെ കാരണമൊന്നുമില്ല എനിക്ക് അമ്മേനെ ഓർമ്മിക്കാൻ. അമ്മയെ ഓർമ്മിക്കാൻ മാതൃദിനം, അച്ഛനെ ഓർമ്മിക്കാൻ പിതൃദിനം, മക്കളെ ഓർമ്മിക്കാൻ വേറൊരു ദിനം. അല്ലല്ല, ഫുഡ് ടേസ്റ്റ് ചെയ്തപ്പോ അങ്ങനെ ഓർമ്മിച്ചു. എന്റെ അമ്മേനെ അച്ഛനെ എനിക്ക് ഏറ്റവും കൂടുതൽ എത്രയും ഓർമ്മ വരും. എപ്പോഴും ഓർമ്മ വരുമെന്ന് അറിയാം. ഞാൻ എന്തെങ്കിലും തോന്നിയ ദിവസം ചെയ്യുമ്പോ, ഞാൻ റോഡിൽ ഒരു ബസ് ഡ്രൈവറെ ചീത്ത വിളിക്കുമ്പോ, ഒരു ബസ് ഡ്രൈവറെ, അല്ല ഞാൻ അടുത്ത കാലത്തൊന്നും വിളിച്ചിട്ടില്ല, അപ്പൊ ഞാൻ വിളിക്കും, ദൈവമേ ബാക്കിൽ അച്ഛനും അമ്മയുണ്ട്. അവരെ ഓർമ്മിക്കാൻ എനിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മളിപ്പോ സാധാരണ ബിരിയാണിയിലൊന്നേ ഇത്രയധികം സൈഡ് ഡിഷ് ഉണ്ടാവില്ലല്ലോ. ഒരു ചമ്മന്തി, ഒരു അച്ചാറ്, ഒരു പുതിന ചമ്മന്തി, ഒരു പുഴുങ്ങിയ മുട്ട, റായ്ത്ത, പിന്നെ പായസം. അതെന്താ ഇതിന്റെ തീയതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 125 രൂപയാണ് ബിരിയാണി. നിങ്ങളുടെ കയ്യിൽ 125 രൂപ മാത്രമേ ഉള്ളൂ എങ്കിലും ഓഫ് കോഴ്സ് GST എക്സ്ട്രാ ആണ്. അത് നിർമ്മല മാഡം മേടിക്കുന്നതാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല അങ്ങനെ ഒരു നിജസ്ഥിതിയാണല്ലോ. ഇവിടെ ഇരിക്കുന്നില്ലേ? ഇവിടെ എന്താ ഇരിക്കുന്നത്? എന്താ പാകിസ്ഥാൻ പട്ടാളം വന്ന് കൊണ്ടുപോകാത്ത? എന്താ ബോർഡറിൽ പ്രൊട്ടക്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. അതെങ്ങനെ ഫണ്ട് ചെയ്യണം? ലെഫ്റ്റിസ്റ്റ് മറ്റേ സാധനം, ഇവൻ ആള് ശരിയല്ലാട്ടാ. ഞാനൊരു അഖണ്ഡ ഭാരതത്തിൽ ഞാനുണ്ട്. അഖണ്ഡ ഭാരതത്തിൽ ഞാനില്ല. ഞാൻ ബോർഡേഴ്സിൽ വിശ്വസിക്കുന്നില്ല, പാസ്പോർട്ടിൽ വിശ്വസിക്കുന്നില്ല. വസുദൈവ കുടുംബകം. ലോകം മുഴുവൻ ട്രാവൽ ചെയ്യാൻ പറ്റണം, ലോകം മുഴുവൻ എവിടെയും പോയി യാത്ര ചെയ്യാൻ പറ്റണം, എവിടെയും ജോലി ചെയ്യാൻ പറ്റണം, എവിടെയുള്ള ആരെയും കല്യാണം കഴിക്കാൻ പറ്റണം, എവിടെയുള്ള ആരെയും പ്രേമിക്കാൻ പറ്റണം. അവിടേക്ക് കൂടി സ്പഷ്ടത. എനിവേ,
വാഗയിൽ ലാഹോറിലേക്ക് നടന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റണം എന്നുള്ള ഒറ്റ ചിന്തയാണ് വാഗ ബോർഡറിൽ BSFന്റെ ആ പ്രകടനം കണ്ടുകൊണ്ടെന്നും എനിക്ക് തോന്നിയത്. അവസാനം ഞാൻ കേണലിനോട് ചോദിച്ചു, ഞാൻ ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് മൂത്രം ഒഴിച്ചോട്ടെ. അപ്പൊ അവൻ പറഞ്ഞു ചിലപ്പോ വെടിവെക്കും. മര്യാദയ്ക്ക് ബിരിയാണി ഒക്കെ കഴിച്ച് ജീവിക്കണ്ടല്ലേ? അല്ല, ഞാൻ എന്താ പറയുന്നത്, ബോർഡേഴ്സ് അല്ല വിഷയം. പാകിസ്ഥാൻ പട്ടാളം വന്ന് കൊണ്ടുപോകുന്നുള്ളത് പട്ടാളം എന്ന് പറയുന്ന സിനിമയിലെ മാമുക്കോയ പറഞ്ഞ ഡയലോഗാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം റൺ ചെയ്യണമെങ്കിൽ ടാക്സ് വേണം. അത് അവര് പിരിക്കണം. അവർ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. അവര് ഈ മറ്റേ ഒരു ടിപ്പിക്കൽ BJP-കാരനെ പറയുന്ന പോലെ ഒന്നിനും കൊള്ളാത്ത മറ്റേ എഡ്യൂക്കേഷൻ ഇല്ലാത്ത അങ്ങനെ പറയരുത്. അവരെവിടെയാ പഠിച്ചതെന്നും അവരെവിടുന്ന വന്നതെന്നും ആലോചിക്കണം. അവരുടെ ഭർത്താവ് ആരാന്നും ആലോചിക്കണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദേ ആർ ലിവിങ് ടുഗെദർ. ഭർത്താവിന്റെ കൂടെയാണ് അവർ ജീവിക്കുന്നത്. ഈ ഭർത്താവാണ് BJP ഗവൺമെന്റ് ഏറ്റവും വലിയ ക്രിട്ടിക്ക്. അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. അത് ബൗദ്ധികമായിട്ടുള്ള വലിയ തലമാണ്. എന്ന് വെച്ച് ഞാൻ അവരെ ന്യായീകരിക്കാന്ന് വിചാരിക്കരുത്. GST വാങ്ങിക്കണം, ടാക്സ് വാങ്ങിക്കണം, എന്നാലും ഈ രാജ്യങ്ങൾ നിലനിൽക്കുള്ളൂ. റോഡ് പണിയുണ്ട്, ടോള് മേടിക്കുന്നുണ്ട്, അത് വേറെ പ്രശ്നം. വേണം, അത് വേണം. അപ്പൊ GST എന്ന് പറയുന്നത് കൊടുക്കേണ്ടത് നമ്മുടെ പണിയാണ്. ഞാനെന്താ പറഞ്ഞുകൊണ്ടത്, 105 രൂപ അതിന്റെ മുകളിലാണ് GST. ഇത്രയും നല്ല കൈമ അരി മേടിച്ചിട്ട് എനിക്ക് അതിന്റെ കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ചിക്കനും മേടിച്ച് നെയ്യും വാങ്ങിച്ച് നെയ്യിൽ മാത്രം ബിരിയാണി ഉണ്ടാക്കി ഒരു പായസം അല്ലെങ്കിൽ ഒരു പപ്പടം, ഒരു പുതിന ചമ്മന്തി, ഒരു അച്ചാറ്, ലൈം പിക്കിൾ ഫ്രീ ആണ്, റൈത്തയും ഫ്രീ ആണ്, ബാക്കിയൊക്കെ കൂടെ തരേണ്ടെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല തരാത്തത്. പറ്റൂല, മുതലാവില്ല, വീട് വെക്കേണ്ടി വരും. എപ്പോഴും ഇങ്ങനെ അച്ചീവ് ചെയ്തോണ്ടിരിക്കുകയാണല്ലോ ഇൻ ടേംസ് ഓഫ് അയാളുടെ ക്രിയേറ്റീവ് ആയിട്ടായാലും അല്ലാണ്ടും. എപ്പോഴെങ്കിലും അദ്ദേഹത്തിനോട് ഇങ്ങനെ ഒരു ഭയങ്കര അഡോറേഷൻ തോന്നിയിട്ടുണ്ടോ? ഭയങ്കര ഒരു ഇയാൾ എന്തൊരു ജീനിയസ് ആണ്, രണ്ട് വികാരങ്ങളാ തോന്നിയിട്ടുള്ളത്. ഒന്ന്, സെക്കൻഡേ, ഞാൻ ആദ്യം ജീത്തുവിനെ കാണുന്നത് ദുബായ് ദേറയിൽ വെച്ചിട്ട് റോഡ് ക്രോസ് ചെയ്ത് വരുന്നതായിട്ടാണ്. നമ്മുടെ ബിനുവിന്റെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ദൃശ്യം ഇറങ്ങിയ ഉടനെയാണ്, ഉടനെ എന്ന് പറഞ്ഞാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഇയാള് സാധാരണ ഒരു മനുഷ്യനെ പോലെ സംസാരിക്കുന്നു. ഇതിനു മുമ്പ് ജീവിതത്തിൽ കണ്ടിട്ടില്ല. സാധാരണ ഒരു മനുഷ്യനെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് റോഡിലോ എവിടെയെങ്കിലും ഒരാൾ ഒരു വിമാനത്തിലോ അല്ലെങ്കിൽ ഒരു ബസ്സിലോ ഒരു ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ മറൈൻ ഡ്രൈവിലോ ഒക്കെ ഒരു സാധാരണ ഒരു അപരിചിതനെ കണ്ട എങ്ങനെ അയാൾ പെരുമാറുമോ, ഒരു ടിപ്പിക്കൽ മനുഷ്യൻ. ഈ ദൃശ്യം എന്ന് പറഞ്ഞ ഇന്ന് കാണുന്ന പോലെ അല്ല. ഇന്നും ദൃശ്യം ഭയങ്കര ഭീകരമാണ്. മലയാളത്തിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയാണ് ദൃശ്യം. അതിൽ കളക്ട് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അത് അന്നത്തെ പോയിന്റ് ഓഫ് വ്യൂല് കാണണം. ദൃശ്യത്തിന് ബ്രേക്ക് ചെയ്യാൻ ഒന്നിനും പറ്റൂല. അങ്ങനെയാണ് ദൃശ്യം. ദുബായില് ഞാൻ എല്ലാ സിനിമയും ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന കാലത്തും അല്ലെങ്കിൽ UAE ജീവിച്ചിരുന്ന കാലത്തും കൊച്ചിയിൽ ജീവിക്കും, എല്ലാ സിനിമയും കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാൻ റിവ്യൂ നോക്കിയിട്ട് ആ സിനിമ കാണണ്ടാവും അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. എല്ലാ സിനിമയും ഞാൻ കാണും. എനിക്ക് ആദ്യമായിട്ട് ദുബായിൽ ടിക്കറ്റ് കിട്ടാതെ പോയ സിനിമ ദൃശ്യമാണ്. ദുബായിയുടെ തൊട്ടിപ്പുറത്ത് അബുദാബി ഉണ്ട്, ടിക്കറ്റ് ഇല്ല. അപ്പുറത്ത് ഷാർജ, ടിക്കറ്റ് ഇല്ല. അജ്മാൻ, ടിക്കറ്റ് ഇല്ല. ഉമ്മുൽ ഖുവൈൻ തിയേറ്റർ ഉണ്ടോ പോലും എനിക്കറിയില്ല. റാസൽ ഖൈമയെ പോയിട്ടാ കണ്ടേ. അതും എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു അതായത് അന്ന് വോക്സ് സിനിമാസ് ആണ്. വോക്സ് സിനിമാസ് ഒരു 3, 4, 5 ദിവസത്തേക്കൊക്കെ ഇത് ഓപ്പൺ ചെയ്തിട്ടില്ലേ, അതിന്റെ ഉള്ളിലെങ്കിലും ഒരു ടിക്കറ്റ് ഉണ്ടോ? ഇല്ല. റാസൽ ഖൈമയെ പോയിട്ടാ കണ്ടേ.